അത്? എന്താ പറയാ പെമ്പിളെ, പൊട്ടയുണ്ടോ? ആ പ്രായമൊക്കെ കഴിഞ്ഞില്ലേ കൊച്ചനെ? പിന്നെ എന്തോ ഉണ്ട്? ആവശ്യത്തിനുള്ളതെല്ലാം ഉണ്ട്. ഈ കൊച്ചു വർത്തനം പറയാതെ കൂടെ വരൂ, കള്ള് വാങ്ങിച്ചു തരാം. ദേഹദണ്ണത്തിന് കള്ളു കൊള്ളത്തില്ല. 1 ഔൺസ് ബ്രാൻഡിയിൽ 2 പച്ചമുട്ട അടിച്ചൊഴിച്ച് കുടിക്കണം. ദേഹനമ്പരം അങ്ങ് പോവും. ആർക്കാ നൊമ്പരം? ഞാൻ കണ്ടതല്ലേ ആ കൊച്ചപ്പന്റെ ചായക്കടയിലിട്ട് നിന്നെ മൂതിര തല്ലുന്നത് പോലെ തല്ലിയത്. അവനെ ഞങ്ങൾ വെച്ചിട്ടുണ്ട്. എന്തിനാളാ വെറുതെ തല്ലും കൊണ്ടോണ്ട് നടക്കുന്നത്? ആ പെങ്കൊച്ചിന് നിനക്ക് കിട്ടത്തില്ല. കാണാം. പെണ്ണുങ്ങളോട് എന്തിനായ സാമർത്ഥ്യം? ഞങ്ങൾ ജീവിച്ചോട്ടെ. വന്നിരിക്കുന്നു പോരാമോ? വന്നിരിക്കുന്നു പോരാമോ? കണ്ടോളാം. ആ വിക്രമന് നിന്നോട് ഭയങ്കര പ്രേമമാണല്ലോ. എനിക്കോ? എന്റെ ജീവനല്ലേ. അപ്പൊ ഇനി വെച്ച് നീട്ടണ്ട. വിവാഹം ഉടനെ അങ്ങ് നടത്തണം. നിനക്ക് വേണ്ടി തല്ലുകൊള്ളാനും മരിക്കാൻ പോലും അയാൾ തയ്യാറാണ്. ഗോപിയേട്ടന് അവിടെ ഏതോ പ്രേമമുണ്ട്, തീർച്ച. അയ്യോ, അങ്ങനെ വല്ല കെട്ടുകഥയും വിക്രം പറഞ്ഞുണ്ടാക്കിയോ? ഇത് വേറെ ആരും പറഞ്ഞതല്ല. പിന്നെ എന്നെ ആരുടെ കൂടെയെങ്കിലും അയച്ചിട്ട് ഇഷ്ടമുള്ളവളെ കല്യാണം കഴിക്കാൻ വേണ്ടിയല്ലേ പ്രേമമൊന്നും പറഞ്ഞു വന്നിരിക്കുന്നത്. നിന്റെ ഈ കൊച്ചു തലയ്ക്കകത്ത് ഇത്രയും വലിയ ബുദ്ധി എങ്ങനെ കടന്നുകൂടിയെന്നാണ് ഞാൻ ആലോചിക്കുന്നത്. വിക്രമൻ ചേട്ടൻ അച്ഛനോട് എന്തൊക്കെയോ ഏഷണികൾ പറഞ്ഞ് നടക്കുകയാണ്. സ്വന്തം അനന്തരവനല്ലേ, കുറുപ്പം അവന് കേൾക്കാതിരിക്കാൻ ഒക്കുമോ? പക്ഷേ അദ്ദേഹം അതൊന്നും വിശ്വസിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. വിക്രമനെയും വിക്രമന്റെ സ്വഭാവത്തെ പറ്റിയും അദ്ദേഹം ഇതുവരെ ഒന്നും അറിഞ്ഞിട്ടില്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. ഏതിനും ചേട്ടൻ അച്ഛനോട് നമ്മുടെ വിവാഹകാര്യം സംസാരിക്കണം. ഇനി താമസിക്കണ്ട. ശരിയാണ്, ഞാൻ ഉടനെ തന്നെ അക്കാര്യം ചോദിക്കാം. എന്റെ ഈശ്വര, ഇന്നെങ്കിലും ഞാൻ പറഞ്ഞത് സമ്മതിച്ചല്ലോ. അങ്ങനെ ആനന്ദിക്കണ്ട. നിന്റെ അച്ഛൻ സമ്മതിച്ചില്ലെങ്കിലോ? തീർച്ചയായും സമ്മതിക്കും. ഒരു പക്ഷേ സമ്മതിച്ചില്ലെങ്കിലോ? സമ്മതിച്ചില്ലെങ്കിൽ ചേട്ടൻ എന്ത് ചെയ്യും? അത് ഞാൻ നിന്നോടാ ചോദിച്ചത്. നീ കുറെ കരയും, കുറെ ദിവസം പട്ടിണി കിടന്ന് നോക്കും. കുറെ കഴിയുമ്പോ നീ അതൊക്കെ അങ്ങ് മറക്കും. ദേഷ്യപ്പെടാതെ. ഇതൊന്നുമല്ലെങ്കിൽ ആത്മഹത്യ ചെയ്യും അല്ലേ? ഇല്ല, ഞാൻ ചെയ്യില്ല. ചേട്ടൻ പറഞ്ഞൊന്നും ഞാൻ ചെയ്യില്ല. പിന്നെ ഞാൻ ഇറങ്ങി കൂടെ വരും. എന്നാ പിന്നെ ചോദിക്കാനും സമ്മതം നോക്കാൻ നടക്കുന്നത് എന്തിനാ? നമുക്ക് ഇന്നലെ നാട് വിട്ടുകൂടെ? അച്ഛൻ സമ്മതിച്ചില്ലെങ്കിൽ കൂടെ ഇറങ്ങി വരാമെന്നാണ് ഞാൻ പറഞ്ഞത്. സമ്മതിക്കുമോ ഇല്ലയോ എന്ന് ചോദിക്കുമ്പോഴേ അറിയൂ. ആര്യപുത്രി, അവിടുത്തെ ന്യായ ചിന്തകൾക്ക് മുമ്പിൽ നാം ഇതാ തലകുനിക്കുന്നു. അവിടുത്തെ അഭിപ്രായം പോലെ തന്നെ നടക്കട്ടെ. ബോട്ടൊന്ന് അടുപ്പിച്ചേ കൂട്ടപ്പാ. എന്താ കൂട്ടപ്പാ? വെറുതെ ഒരു വിശേഷമൊക്കെ കേട്ടല്ലോ. നമ്മുടെ ഗീതയുടെ കല്യാണം ഉറപ്പിച്ചോ? ഇല്ല. എന്നാ ചോദിച്ചേ? ഇവിടെ പൊതുവെ ഒരു പറച്ചിലുണ്ട്. അല്ല, അമ്പലത്തിൽ അവിടെ ഇവിടെയും അവരെ ഒരുമിച്ച് കാണാം. ആരൊരുമിച്ച്? ഗീതയും ഗോപി ഒരുമിച്ച്. വീഴല്ലേ? നീ വീഴലടാ മോനെ. ആരായി കിടക്കണം? എവിടെ? ഏതാണ് കിടക്കണം? എന്താടാ വിക്രമന് പോകാൻ അവരൊക്കെ പോടാ. എടാ മോനെ, നീ വന്നേ. അതായത് രാമൻ നായർക്ക് നിന്നോട് ചില കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാനുണ്ട്. രാമനായര് എന്തോ പറയണമെന്ന് പറഞ്ഞില്ലേ? എടാ മകളെ, രാമൻ നായർ അതൊന്നും മറക്കുകയല്ല. നീ പറയട്ടാ.
ഗോപിയെ ഇവിടുന്ന് ഓടിച്ചില്ലെങ്കിൽ വിക്രമന് ഗീത നഷ്ടപ്പെടും, എനിക്ക് പഴയ സ്വത്തും നഷ്ടപ്പെടും. ഞാൻ പറയുന്നില്ല കേട്ടാൽ നിന്റെ കാര്യം നടക്കും, എന്റെ കാര്യം നടക്കും. എന്ത് വേണമെന്ന് പറഞ്ഞാൽ അവനെ തട്ടണം. വേണ്ട, തട്ടപ്പെട്ടു ഒന്നും വേണ്ട, അവനെ ഇവിടുന്ന് ഓടിക്കണം. അവൻ പറയാ ഞാൻ അവന്റെ വേലക്കാരാണ്. എടാ മോനെ, ഞാൻ പഴയറമ്പിലെ പൂത്ത് കയറി കാലമേ ചെന്നാൽ എങ്ങനെയിരിക്കും? കണ്ടോ, നീ വേറെ ഒരു പേര് അടിക്കാം. അത് കണ്ട അടുത്ത ഷാപ്പിൽ നിന്ന് നമുക്ക് അടിക്കാം. ശരി, നിന്റെ ഇഷ്ടം. അരിദിന്തിനൊക്കെ കോട്ടൊക്കെ ഗണപതി കോട്ടൊക്കെ ഗണപതി ദിന്തിനൊക്കെ കോട്ടൊക്കെ ഗണപതി 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 പാടിക്കണ. എനിക്കിഷ്ടമാ മോനെ. ഞാൻ ചേട്ടനോട് പറഞ്ഞ് സമ്മതം വാങ്ങും. ഗോപി നല്ലവൻ. അപ്പച്ചി ഞാൻ പോട്ടെ. നീ അവിടെ ഇരിക്കും മോളെ. ഞാൻ വന്നുകൊണ്ടാണോ നീ പോകുന്നത്? ഏയ് അല്ല. തുടങ്ങി. എവിടെ കണ്ടാ നിനക്ക് കുത്തുവാക്കേ പറയാനുള്ളോടാ. എന്താണാടാ ഇത്? ഞാൻ വെറുതെ പറഞ്ഞതല്ലേ അമ്മേ. എന്തിനാടി ആ ഗോപി എപ്പോഴും അമ്മാവന്റെ പുറകെ ഇങ്ങനെ നടക്കുന്നത്? നിനക്കെന്താ അവനോട് ഇത്ര ദേഷ്യം? എനിക്കെന്തോന്ന് ദേഷ്യം? അമ്മാവന്റെ കൂടെ അവനിങ്ങനെ നടക്കുന്നത് എന്തിനാണെന്നാ ചോദിച്ചത്. നടക്കുന്നതിന് കാര്യം കാണും. ഏതായാലും നിന്നെ കൊണ്ടൊന്നും പറ്റത്തില്ലല്ലോ. എന്നെ കൊണ്ട് അവൻ ചെയ്യുന്നതും ചെയ്യാൻ പറ്റുകയില്ല. അടുക്കളക്കാരി അച്ചിയാക്കാനും. അടുക്കളക്കാരിയ നാട്ടുകാർ മുഴുക്കെ പറയുന്നു ആ പൊന്നമ്മ ഇപ്പൊ ഗോപിയുടെ ആളാണെന്ന്. അപ്പച്ചി ഞാൻ പോട്ടെ. കാമുകനെ പറ്റി പറഞ്ഞത് പിടിച്ചില്ലായിരിക്കും. എന്റെ ഈശ്വര. കുഞ്ഞേ, നാട്ടുകാര് അതും ഇതൊക്കെ പറയുന്നുണ്ട്. അതും ഇതുമെന്ന് പറഞ്ഞാൽ? അല്ല, അവർക്ക് എന്തെങ്കിലും ഇത്തിരി കിട്ടിയാൽ മതിയല്ലോ. എന്താണെന്ന് വെച്ചാൽ തുറന്നു പറയൂ. ഈ കുറുപ്പ് സാറിന്റെ ഇവിടെ പോകുന്നതിനെയും വരുന്നതിനെ പറ്റിയാ പറയുന്നത്. അതിന് നമുക്ക് ചേർന്നല്ല ആ കൂട്ടുകെട്ട്. രാമൻ നായര് ഇവിടത്തെ ജോലിക്കാരനായിട്ട് മാത്രം നിന്നാൽ മതി, അതിനപ്പുറത്തേക്കൊന്നും പോകണ്ട. അല്ല, ഞാൻ പറഞ്ഞതേ ഉള്ളൂ. അത് കേട്ടപ്പോ മനസ്സിലായി. അല്ല, ഹൗസേപ്പോ വരൂ വരൂ. രാമൻ നായരുടെ കയ്യിൽ കൊടുത്തയച്ച് കഴിച്ച് ബാക്കി രൂപ എപ്പോ കൊടുത്തയച്ചു? കഴിഞ്ഞ ആഴ്ച കൊടുത്തു. കുഞ്ഞു പറഞ്ഞില്ല. അല്ല, അത് പിന്നെ കുഞ്ഞൻ നമ്മുടെ ആ സൊസൈറ്റിയുടെ. എന്ത് സൊസൈറ്റി? അല്ല കുഞ്ഞെ, സത്യം പറയാമല്ലോ, ഞാനത് തൽക്കാലം ഒന്നെടുത്ത് മറിച്ചതാ, ഒരു അഡ്ജസ്റ്റ്മെന്റ്. ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടില്ലേ ഈ മറിപ്പും തിരിപ്പും നിന്റെ അടുത്ത് വേണ്ടെന്ന്? അതെങ്ങനെ മോഷിച്ച് പഠിച്ചു പോയില്ലേ? മേലാൽ എന്റെ എഴുത്തില്ലാതെ ഒരു പൈസ പോലും കൊടുത്തു പോകരുത്. ശരി, ഈ താനിത് ആവർത്തിച്ചു പോകരുത്. ആവർത്തിച്ചാൽ പഠിക്ക് പുറത്ത്. അല്ല കുഞ്ഞെ, ഞാനൊരു ചെറിയ അഡ്ജസ്റ്റ്മെന്റ്. താന്റെ ഒരു അഡ്ജസ്റ്റ്മെന്റ്. പൗഡർ ഞാൻ ഇന്നാണ് പറഞ്ഞു കൊണ്ടുവന്നിട്ടുണ്ടോ? അതിയാന് ഷർട്ട് കൊടുത്തേ പറ്റൂ. അത്ര സ്നേഹമാണോ? അതിപ്പോ കിട്ടിയില്ല. പക്ഷേ കുഞ്ഞിന് ഞാൻ വേറൊരു സാധനം കൊണ്ടുവന്നിട്ടുണ്ട്. ആരെ പിടിച്ച് ഞെക്കാതെ കുഞ്ഞേ. ഫോറിനാ, സ്വദേശിയല്ല. ദുബായിനെ ഒരു കൊച്ചൻ എനിക്ക് കൊണ്ടുവന്ന് തന്നതാ. ഇത് കുഞ്ഞിനെ പോലുള്ളവർക്കേ ഇടാൻ പറ്റൂ. എന്റെ പ്രായത്തിലുള്ളവർക്ക് ഇടാൻ പറ്റത്തില്ല. കുഞ്ഞിന് വേണോ? എനിക്കെന്തിനാ? ഇനി ഈ പരിഷ്കാരമുള്ളതൊക്കെ ഇടണം. കല്യാണം കഴിക്കാൻ പോവല്ലേ? ആർക്കാ കല്യാണം? കുഞ്ഞിന്. എനിക്കറിയാൻ പാടില്ലെന്ന് വിചാരിച്ചോ? ആരാ ചെറുക്കനെന്നറിയാമോ? ഗോപി കുഞ്ഞ്, പഴയ പറമ്പിലെ പുത്തൻ പ്രതിക്കാരൻ. 100 ആയുസ്. പറഞ്ഞ ഉടനെ വരുന്നു. അയ്യോ കുഞ്ഞേ, എന്നെ വെള്ളത്തിൽ ഇട്ടോ. അയ്യോ പച്ചപ്പച്ചക്കാ, ഓടി വരണേ. എന്തോന്നാ വെള്ളത്തിൽ പോയത്? ആരെങ്കിലും ഓടി വരണേ. എന്തോന്നാ വെള്ളത്തിൽ പോയത്? എന്തോന്നാ? അയ്യോ എന്നത് വെള്ളത്തിൽ പോയി. അയ്യോ പേരറിഞ്ഞൂടെ. ഇത് കാര്യം എന്തോന്ന് പറ. എന്താ വെള്ളത്തിലേക്ക് വലിച്ചെറിഞ്ഞത്? അതിരിക്കട്ടെ, എന്തിനാ എന്നെ കണ്ട് ഓടിയത്? ആഹാ, ഇതാണോ ദീർഘനിശ്വാസം പോലല്ലയോ പൊങ്ങലും താഴെയും ചെയ്യുന്നത്? ബഹളം കൂട്ടാറുണ്ട്. എടുത്തു തരാം. ശാന്തമായി തിരിച്ചല്ലേ? ഞാൻ എടുത്തി അറിഞ്ഞിട്ടില്ലേ? പതുക്കെ പതുക്കെ ശബ്ദം ഉണ്ടാക്കാതെ. ഞാൻ എടുത്തു തരാം. ഞാൻ അയ്യോ, നടത്തു പോയല്ലോ.
ഇനിയിപ്പോ എന്തോ എടുക്കാനാ? വിട്ടേ, മത്തായി, ഓടി വായോ. എന്തോ പറ്റിയ മറിയച്ചേട്ടത്തി ഏതാണ്ട് വെള്ളത്തിൽ പോയെന്ന്. പേരറിയാതെ എന്തോന്നെടുക്കാനാ? എന്തെങ്കിലും ഒരു പേര് പറ. എന്തുവാന്ന് പേര് പറയുന്നില്ല. ഒന്നെടുത്ത് വെള്ളത്തിൽ ചാടി എടുത്ത് കൊടുക്ക്. എടാ പേര് ഊരുമൊന്നും അറിയാതെ സാധനം എടുക്കാൻ അറിഞ്ഞൂടെ? എനിക്ക് വെള്ളം അടിക്കാനേ അറിയാവൂ, വെള്ളത്തിൽ ചാടാൻ അറിയത്തില്ല. ഒന്ന് ഓടി എടുത്ത് ചാട്, ഒന്ന് എടുത്ത് ചാടാതെ. എടാ മറിയച്ചേരത്തിലാണ് സാധനം, ചാടാ. എന്നാ പിന്നെ എടുത്തത് എന്ന്. ഇതാണോ? അല്ല. ഇതാണോ? അല്ലെന്നേ. ഇതാണോ? അല്ല. ഇതാണോ? 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 അല്ല. ഇതാണോ? അല്ല. ഇതാണോ? അയ്യോ അതെന്റെ കൈ, അതെന്റെ മുണ്ടോടാ. ആ കിട്ടിപ്പോയി കിട്ടിപ്പോയി കിട്ടിപ്പോയി. ഇതാണോ? ഇതാണോ? നമുക്ക് ഒന്നിച്ച് കൊണ്ട് കൊടുക്കാം. നമുക്ക് രണ്ടുപേർക്കും ഓരോന്ന് കൊടുക്കാം. മറിയിച്ചെടുത്തി പക്ഷേ ഒന്നിച്ച് കിട്ടില്ല, രണ്ട് പാർട്ടായി പോയി. അയ്യോ, ഇനി മറിയച്ചേട്ടത്തിക്ക് ഇത് ഉപയോഗിക്കാൻ കൊള്ളത്തില്ല. നമുക്കൊരു കാര്യം ചെയ്യാം, ചായക്കടയിൽ കൊണ്ടുപോയി ചായ സഞ്ചിയായിട്ട് ഉപയോഗിക്കാം. രണ്ടും എടാ ദ്രോഹിയെ, രണ്ടാക്കി കളഞ്ഞടാ. ഇതിന്റെ വില ഇനി ഞാൻ എങ്ങനെ കൊടുക്കും? ആ പോരെ, കേറി പോരെ, ഇതാ അവിടെ. കേറി പോരെ, വെള്ളത്തിലറിയാതെ നിൽക്കണ്ട. നീ പറയുന്നത് ഒരു നല്ല കാര്യമാണ്. പക്ഷെ നല്ലതും ചീത്തയും പറയാറായിട്ടില്ല. ആലോചിച്ച് തീരുമാനിക്കണം. ഗോപിയുടെ തറവാടിനെ പറ്റി നല്ല അഭിപ്രായമല്ല നാട്ടുകാർക്ക്. ആര് പറഞ്ഞുണ്ടാക്കുന്നതൊക്കെ? വിക്രമനും അങ്ങനെയൊക്കെ തന്നെയാണ് പറയുന്നത്. അവന്റെ കാര്യമൊന്നും പറയണ്ട. അവൻ പറയുന്നത് വിശ്വസിക്കരുത്. എന്റെ മോനായി പോയല്ലോ, കഷ്ടം. ചേട്ടന്റെ അനന്തരവനാണെന്നോ നമ്മുടെ കുടുംബത്തിൽ പിറന്നതാണെന്നോ അവന്റെ പ്രവൃത്തി കണ്ടാ തോന്നുമോ? എല്ലാം എന്റെ തലവിധി. വിക്രമനെ ഈ നാട്ടുകാർക്ക് എന്തു ഭയമാണെന്നറിയാമോ? പാമ്പിനെയും പേപ്പെട്ടിയും ഭയപ്പെടുന്നത് ബഹുമാനം കൊണ്ടാണോ? അങ്ങനെ കരുതിയാ മതി. ഞാൻ പറഞ്ഞത് ഗീതയുടെ കാര്യം. അവക്ക് ഗോപിയെ ഇഷ്ടപ്പെട്ടു. നമുക്ക് ആകപ്പാടെ ഒരു സന്തതിയല്ലേ ഉള്ളൂ. അവിടെ മനസ്സ് നോവിപ്പിക്കരുത് ചേട്ടാ. വരട്ടെ, നീ പറയുന്നതിലും കാര്യമുണ്ട്. ധൃതി വെക്കണ്ട. അവളെപ്പോഴും സുഖമായി ജീവിക്കുന്നത് കാണുന്നതാണല്ലോ നമ്മുടെ സന്തോഷം. അതുകൊണ്ടാ ഞാനും ഇക്കാര്യം പറയാൻ വന്നത്. ശരി, നമുക്കതെപ്പറ്റി ആലോചിച്ച് തീരുമാനിക്കാം. നീ ഇപ്പൊ പോകുന്നില്ലല്ലോ. ഇല്ല. അകത്തോട്ട് ചെല്ല്, ഞാനൊന്ന് ഇറങ്ങിയിട്ട് വരാം. കേടാ വിടുക. ഈ രാമനാഥ് പറഞ്ഞ പോലെയാ. ഞാനേ അവന്റെ ജോലിക്കാരനായിട്ട് ഇരുന്നാ മതി പോലും. ജോലിക്കാരൻ, അവന്റെ ഒരു ജോലിക്കാരൻ. അവനെ തന്ത ജോലിക്കാരനാണ് സമ്മതിച്ചു. പറ്റിയ ജോലിക്കാരനല്ല. പിന്നെ ഈ വേറെ ഒരു രാമനായിട്ട് നടക്കില്ല. ആ നരന്തി ഒക്കെ എന്നോട് പറയാ അവനെ പടിക്ക് പുറത്താക്കണം. ആശാൻ വിഷമില്ല. ആശാൻ പറഞ്ഞാൽ അവനെ ഞാൻ തട്ടും കുട്ടപ്പൻ തട്ടും. കുട്ടപ്പൻ തട്ടും. വേണ്ട, ഞാൻ തട്ടാം. വേണ്ടത് ഞാൻ വേണ്ട. നിങ്ങൾ രണ്ടുപേരും തട്ടണ്ട. അവനെ അങ്ങനെ വിട്ടാ പറ്റത്തില്ല. അവനെ കൊണ്ട് കാര്യമുണ്ട്. അവനെ ഞാൻ തട്ടും. ഈ രാമൻ നായർ തട്ടും. അവൻ കുടിച്ച് പട്ടിയെ പോലെ
പുല്ലുപോലെ ഇവിടെ അങ്ങ് പോവും അല്ലെങ്കിൽ ഞാൻ ഓടിക്കും അതാ രാമൻ നായർ മനസ്സിലായ ഞാൻ പറയാനുള്ളത് പറഞ്ഞു. ഗീതയുടെ മോഹവും അത് തന്നെയാണെന്നാണ് ജാനമ്മ പറഞ്ഞിട്ടുള്ളത്. എന്തായാലും ഗോപിയും അവളെ വിവാഹം കഴിക്കാൻ തയ്യാറാണെന്ന് പറയുമ്പോൾ എനിക്ക് സന്തോഷമുണ്ട്. അവളെ ഇത്രമാത്രം സ്നേഹിക്കുന്ന ഒരാളുടെ കയ്യിലാണല്ലോ ഏൽപ്പിക്കുന്നത്. ഇതിൽ കൂടുതൽ എന്ത് സമാധാനമാണ് ഒരു അച്ഛന് വേണ്ടത്? അമ്മാവന്റെ അനുഗ്രഹം ഉണ്ടെങ്കിൽ അവൾക്കൊരു കുറവും വരില്ല. അപ്പോ ഞാൻ കല്യാണത്തിന് ഉടനെ ഏർപ്പാട് ചെയ്യാമല്ലോ. എല്ലാം അമ്മാവന്റെ ഇഷ്ടം.